നിന്നെ വളച്ചെടുക്കാനായിട്ട് ഈ രണ്ട് വഴികളാണ് നാർസിസ്റ്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. മെഹുന, ആരംഭിക്കലാമ. നിങ്ങൾ അവരെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 വർഷം നിങ്ങളോട് ജീവിക്കുന്ന ഒരു പാർട്ട്ണർ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ അവർ പെരുമാറി തുടങ്ങും. നിങ്ങളുടെ ഇഷ്ടങ്ങളായിരിക്കും അവരുടെയും ഇഷ്ടങ്ങൾ. നിങ്ങളെ കേട്ടിരിക്കും, കെയർ ചെയ്യും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, ചിരിപ്പിക്കും. ചുരുക്കത്തില് ഒരു സ്വപ്നം പോലത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഫിസിക്കലി ആൻഡ് ഇമോഷണലി അവരായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അടുക്കും. നിങ്ങളുടെ കല്യാണം, കുടുംബം, കുട്ടികളുടെ പേര് ഒക്കെ അവർ പ്ലാൻ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും അവരെ ഒന്ന് പരിചയം പോലും ആയിട്ട് കാണില്ല. ഇത് അവരുടെ പ്ലാൻഡ് ലവ് ബോംബിംഗ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഈ സ്നേഹം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരിൽ അഡിക്റ്റ് ആയി പോവും. അവരുടെ സ്വഭാവത്തിലെ പല പോരായ്മകൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. അവർ ഈ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ അകത്ത് നിന്ന് അകറ്റി അവരിലേക്ക് മാത്രമായിട്ട് ഒതുക്കും. ഇനി നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ ഫുൾ അവർക്ക് കിട്ടിയെന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർ ഈ ലവ് ബോംബിംഗ് അവസാനിപ്പിക്കും. പിന്നെ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യും, വഴക്കുണ്ടാക്കും, ബോഡി ഷേമിംഗ് ചെയ്യും, കളിയാക്കും. കാരണം അവർക്കറിയാം നിങ്ങൾ എങ്ങോട്ടും പോവില്ല, അവരുടെ പുറകെ തന്നെ വരുമെന്ന്. ഇനി നീ സഹി കെട്ട് മൂവ് ഓൺ ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവര് ബ്രെഡ് ക്രംബിങ് ചെയ്യും. അതായത് പഴയ പോലത്തെ സ്നേഹവും കെയറിങ്ങും അറ്റൻഷനും ഒക്കെ നിനക്ക് ബ്രെഡിന്റെ കഷ്ണം പോലെ ഇട്ട് നിന്റെ വിശപ്പ് മാറ്റിയിട്ട് അവരങ്ങ് മുങ്ങിക്കളയും. നീ വീണ്ടും അറ്റാച്ച്ഡ് ആവും. അവർ മാറി നിന്ന് നിന്നെ കൺട്രോൾ ചെയ്യും. ഇനി നീ പുറത്തു വരാൻ പറ്റാതെ ഈ ടോക്സിക് ലൂപ്പിൽ കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ശരിയാക്കാം.